എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിജയ് തോമസ്, ബാബാമിയുടെ പുതിയൊരു ക്ലാസ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് ഒരു സ്ഥലത്ത് ഒരു വേദിയിൽ നമുക്കൊരു ആശംസാ പ്രസംഗം നടത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നടത്താവുന്നതാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഓണമൊക്കെയാണ് വരുന്നത്, ഓണക്കാലമാണ്. ഓണക്കാലത്ത് നമുക്ക് പെട്ടെന്ന് ഒരു വേദിയിൽ ആശംസാ പ്രസംഗം നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നടത്താവുന്നതാണ് അതിനെപ്പറ്റി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കൊരു ആശംസാ പ്രസംഗമാണ് നടത്തുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന വേദിയിൽ ഒരു ആശംസാ പ്രസംഗമാണ് നടത്തുന്നത്. അതെങ്ങനെ നടത്താം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. നമുക്കറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഓണത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിലൊരു ചെറിയൊരു കുറിപ്പുണ്ടായിരിക്കണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടി വേണം നമ്മളവിടെ അവരോട് സംസാരിക്കാനൊക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങാം? മാന്യ സദസ്സിന് നമസ്കാരം. ഇവിടെ എത്തിയിരിക്കുന്നതായ എല്ലാവർക്കും ആദ്യമേ തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. കർക്കിടകത്തിൻ്റെ കാർമേഘങ്ങൾ മാറി പൊന്നുചിങ്ങമാസത്തിൻ്റെ പൊൻപുലരികൾ നമ്മളെ വിളിച്ചുണർത്തുന്നതായ ഒരു ഓണം, ഒരു പൊന്നോണം നമ്മളിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും പ്രതീകമാണ് ഓണമെന്ന് പറയുന്നത്. മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. മാവേലി നാട് വാണിരുന്നതായ കാലം, ആ ഒരു കാലത്ത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെയായിരുന്നു. മനുഷ്യരെല്ലാവരും ഒരുപോലെയായിരുന്നു. അതാണ് സമത്വം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒരുപോലെയായിരുന്നു. പിന്നീട് അതിൻ്റെ ബാക്കി പിന്നോട്ടുള്ള വരികൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനെ കൊണ്ട് സാധിക്കും. കള്ളവുമില്ല, ചതിവുമില്ല, എള്ളോളമില്ല, പൊളിവചനം. അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ കള്ളവുമില്ല, ചതിവുമില്ല. കള്ളവുമില്ല, ചതിവുമില്ലാത്തൊരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നതായ ഓണക്കാലം എന്ന് പറയുന്നത്. കള്ളം പറയുന്നില്ല, തമ്മിൽ ചതിക്കുന്നില്ല. അപ്പോൾ എത്രമാത്രം സ്നേഹത്തോടും സാഹോദര്യത്തോടും സമത്വത്തോടും കൂടെ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയാണ് ഓണമെന്ന് പറയുന്നത്. ആടൊട്ടുക്കും മാവേലി മന്നനെ വരവേൽക്കുവാനെ കൊണ്ട് വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോൾ, അത്തപ്പൂക്കളങ്ങളുടെ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കുമ്പോൾ, തുമ്പപ്പൂവിൻ്റെയും തുളസിക്കതിരിൻ്റെയും ആ ഒരു നന്മ എത്രമാത്രം വിലപ്പെട്ടതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം. നമുക്കറിയാം, ഓണത്തിൻ്റെ സമയത്ത് പല ചിന്താഗതികൾ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് എത്തും. എന്നാൽ നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ളതായ ഒരു ചിന്ത മലയാളികൾ അല്ലെന്നുണ്ടെങ്കിൽ മലയാളി എന്നുള്ളതായ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ബന്ധങ്ങളെ ദൃഢതയുള്ളതാക്കി തീർക്കാനെ കൊണ്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢതയുള്ളതായി തീരുമ്പോൾ നമ്മുടെ ആഘോഷങ്ങൾ ഏറെ നല്ലതായി തീരും. ഈ ഓണക്കാലം ഒരുപാട് സന്തോഷത്തിൻ്റെയും നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഒരു നല്ല കാലഘട്ടമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ തിരുവോണ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.